ാക്കന്മാരെ പറ്റി ഈ മുസ്ലിയാക്കന്മാരുടെ കിതാബിലുള്ളത് എന്താണെന്നറിയോ? മലക്കുൽ മൗത്തിനെ പിടിച്ച് ഭീഷണിപ്പെടുത്തി. അങ്ങനത്തെ ഔലിയാക്കന്മാരെ ഞങ്ങൾ തള്ളും, ആ ഔലിയാക്കന്മാരെ ഞങ്ങൾ അംഗീകരിക്കൂല. മലക്കുൽ മൗത്തിനോട് വിളിച്ചിട്ട് പറയാ, എന്റെ റൂഹ്, എന്റെ മുരീദിന്റെ റൂഹാ പിടിച്ചിട്ടുള്ളത് ഇപ്പം തന്നോളണം, തിരിച്ചു കൊടുക്കണം. എന്റെ മുരീദിന്റെ, എന്റെ ഇഷ്ടപ്പെട്ട ആളുടെ ആത്മാവ് പിടിക്കാൻ പാടില്ല, പിടിച്ചെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. കൊടുക്കാൻ പറ്റൂലല്ലോ, ഞാനിപ്പോ അള്ളാന്റെ കൽപ്പന പ്രകാരം പിടിച്ചു കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ തട്ടാണത്രേ ആ ആത്മാവിന്റെ കൊട്ടകൾ. അങ്ങനെയാണ് ആ കൊട്ടയാണ് തട്ടിയിട്ട് അന്ന് പിടിച്ചുള്ള റുഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ, തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളി പറപ്പിച്ച് പാറ്റി വിടുത്തോവർ. മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന പുതിയ മുഹീദ്ദീൻ മാലയിൽ മുഹീദ്ദീൻ ശൈഖദ റൂഹിന്റെ കൊട്ട തട്ടി എന്ന് പറയുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കൂല. വേറൊരു ശൈഖിനെ കുറിച്ച് ഇവരുടെ ഒരു കിതാബിൽ പറയുന്നു, ആ ശൈഖിന്റെ പിന്നാലെ കുറെ കുട്ടികൾ ഇങ്ങനെ പരിഹസിച്ച് നടന്നപ്പോ 50 കുട്ടികളുണ്ട് പോലും. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ മലക്കുൽ മൗത്തിനോട് പറഞ്ഞു പോലും, കണ്ടില്ലേ മലക്കുൽ മൗത്തേ, ഈ കുട്ടികൾ എന്റെ പിന്നാലെ നടക്കുകയാണ്, ഈ കുട്ടികൾ എന്റെ പിന്നാലെ നടന്നിങ്ങനെ പരിഹസിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പൊ പിടിക്കണം അവര്. ഈ 50 ആളെയും നീ ഇപ്പൊ പിടിച്ചു മരിപ്പിച്ചിട്ടില്ലെങ്കിൽ മലക്കുകളുടെ രജിസ്ട്രേഷൻ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഉടനെ പേടിച്ചിട്ട് 50 കുട്ടികളുടെയും റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചപ്പോ ഫാസ്ബഹു മൗത അജ്മഈൻ, 50 കുട്ടികളും ആ സ്പോട്ടിൽ തന്നെ മയ്യത്തായി വീഴുന്നു. മുസ്ലിയാക്കളോട് നിങ്ങൾ ചോദിക്കണം, വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനൊക്കെ വെല്ലുവിളിക്കുന്ന മുസ്ലിയാക്കന്മാരില്ലേ, ഒരാവശ്യമില്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളിലെ, ചോദിക്ക് നിങ്ങൾ അവരോട്, നിങ്ങളുടെ കിതാബിൽ ഇങ്ങനെയുണ്ടോ, അങ്ങനെയുണ്ടോ? എന്നാ ഞങ്ങളത് വിശ്വസിക്കൂല, ഞങ്ങൾ സലഫികളാണ്. ധൈര്യമായി പറഞ്ഞോ. എന്താ സലഫി എന്ന് പറഞ്ഞാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ദീന് പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബത്ത് എങ്ങനെയാണോ വിശ്വസിച്ചത്, അങ്ങനെ വിശ്വസിക്കുന്നവർ. താബിഈങ്ങൾ എങ്ങനെ വിശ്വസിച്ചോ, ഏതെങ്കിലും ഒരു സ്വഹാബി ഏതെങ്കിലും ഒരു നബിയെ കുറിച്ചോ വലിയനെ കുറിച്ചോ അവർക്ക് 40-ലേറെ തടിയുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? 1-ലേറെ തടിയുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? അവർ നിസ്കരിക്കുന്നത് കാണൂലെങ്കിലും അവരുടെ വേറെ തടി ഇബാദത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മലക്കുൽ മൗത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഔലിയാക്കളിൽ സഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഖബർ കെട്ടിപ്പടുത്ത സഹാബത്തുണ്ടോ? അവിടെ വിളക്ക് കൊളുത്തിയ സഹാബത്തുണ്ടോ? ഏത് ഖബറിൽ പോയിട്ടാണ്, ഏത് മഖബറയിൽ പോയിട്ടാണ്, ഏത് സഹാബിയാണ് ഉറൂസ് കഴിച്ചത്, ഏത് സഹാബിയാണ് ദർഗ കെട്ടിയത്, ഏത് സഹാബിയാണ് ഖബർ മുത്തിയത്, ഏത് സഹാബിയാണ് അതിന്മേൽ വിളക്ക് കൊളുത്തിയത്? കിട്ടൂല. ഖിയാമത്ത് നാൾ വരെ ചോദിച്ചോ, ഉത്തരം കിട്ടൂല. ഇതാ നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നു മുജാഹിദുകൾ, സലഫികൾ ഇതാ ജനങ്ങളോട് പറയുന്നു.